ആദ്യം നഷ്ടമായി. അതിൽ നിന്ന് എന്ത് പാഠമാണ് ഉൾക്കൊണ്ടത് രണ്ടാമത്തെ സെഞ്ചുറിക്ക് വേണ്ടിയിട്ട്? ആദ്യത്തെ ഇന്നിങ്സ് ഇത് ഒബ്വിയസ്ലി ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു അങ്ങനെ അവർ ഔട്ടാവാൻ. അത്രയും നല്ലതായിട്ട് കളിച്ചത്. ആൻഡ് ഫസ്റ്റ് ഇന്നിങ്സ് ഇച്ചിരി കൂടി ഈസി ആയിരുന്നു പിച്ച് കളിക്കാൻ. സോ അത് ആ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു മനസ്സിൽ, ദറ്റ് മിസ്സായിപ്പോയി. ആൻഡ് ഇപ്പോൾ സെക്കൻഡ് ഇന്നിങ്സ് വന്നപ്പം നല്ല ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് നമ്മൾ കയറി ചെന്നത്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്ക് ദാറ്റ് ഞാൻ കളിക്കുക, ഒരു സൈഡിൽ ഞാൻ കളിക്കണം, മറ്റേവരെയും കൂടെ കളിപ്പിക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു. സോ അങ്ങനെ ആയതുകൊണ്ട് ദാനേഷ് നല്ലതായിട്ട് കളിച്ചു. ആൻഡ് അങ്ങനെ ആയതുകൊണ്ട് നല്ലതായിട്ട് വന്നു ഫുൾ ഡേ. പക്ഷേ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഒരു ദിവസം കൂടെ ഉണ്ട്. സോ ഒരു ദിവസം കൂടെ നല്ലതായിട്ട് കളിച്ചിട്ട് മാച്ച് തീർക്കാമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിൽ വെല്ലുവിളി വരുന്നുണ്ടോ പിച്ചിൽ നിന്നും കേരള ബൗളർമാരിൽ നിന്നും? അറിയില്ല, ഒബ്വിയസ്ലി നല്ല ബോളേഴ്സാണ്. ഫൈനലിൽ കളിക്കുകയാണെങ്കിൽ ടീം നല്ല ബോളേഴ്സായിട്ട് തന്നെ വരും. ആൻഡ് നമ്മൾ 7-4-2 വന്നപ്പം ഒബ്വിയസ്ലി ദാറ്റ് ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ എല്ലാവരും ഹോപ്പ്ഫുള്ളാണ്. 11 പേര് അഗേൻസ്റ്റ് 2 പേരായിരുന്നു അവിടെ. സോ ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്ത് നമ്മൾ അത് വെളി വന്നപ്പോൾ ഇച്ചിരി കൂടെ റിലാക്സായി. പക്ഷേ അങ്ങനെ പറയാനൊക്കത്തില്ല, ഏത് സമയത്ത് എന്ത് വേണമെങ്കിലും പറ്റും.